അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക്. ഞാൻ കുറച്ച് ലാഗായിപ്പോയി. ഓക്കെ ഗൈസ്, ലാഗായതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ ഒന്നാമത്തെ മറ്റേ ലൈവ് കൊളായി പോയിക്കിന്, അതിനെ കൊണ്ടാണ് ഗൈസ്. ഒന്നാമത്തെ ഞാൻ ലാഗാവാൻ കാരണം ഭയങ്കര ലാഗായി പോയിക്കിന് ഗൈസ്. ഭയങ്കര കുറവുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് യൂട്യൂബിൽ ലൈവ് ആക്കാൻ പറ്റില്ലെങ്കിൽ ഗൈസ്, ഇന്ന് നമ്മൾ ഈ ലൈവ് ഡൗൺലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കണമായിരിക്കും വീഡിയോ ആയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ നിങ്ങൾ പറയില്ല, അത് നിങ്ങളിഷ്ടം ഗൈസ്. നമുക്ക് നേരെ ഇവൻ്റ് നേരത്തെ തന്നെ ഒരു കാര്യം പറയാം. ഇവൻ്റ് നേരത്തെ കൊളായി പോയിരുന്നു. ഇപ്പം 10 ഡോർ എടുത്ത് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ എനിക്ക് ഇവൻ്റ് കളിക്കണമെന്ന് തോന്നുന്നു ഗൈസ്. ഇന്ന് ഏത് കാറാ വന്ന എനിക്കറിയില്ല. ഓക്കെ, ആ BM തന്നെ. നേരത്തെ നമുക്ക് മിസ്സായി പോയ BM അല്ലേ. ഓക്കെ, സ്മൂത്ത് ഉണ്ടോ വന്നേ. ഇതാണ് ഇതൊക്കെ ചങ്ങല പൊട്ടിച്ചിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാഗ് ഇഷ്യൂ ഒന്നുമില്ല. പറഞ്ഞ് തീരേണ്ട താമസമുള്ളൂ. ഏതോ ഒരു വളരെ ലാഗ് വന്നു ഈ ഫോണിൽ. അപ്പോൾ ഗൈസ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. യൂട്യൂബിൽ തന്നെ എപ്പോഴാണ് 1K അടിക്കാൻ അറിയില്ല ഗൈസ്. എന്തായാലും ഞാൻ നിർത്താടാ യൂട്യൂബ്. ഞാൻ ഇനി 2 ദിവസം കൂടി വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബ് നിർത്താൻ പോവാം. ഞാൻ യൂട്യൂബിലേക്കില്ല. ഞാൻ ഇനി കമ്പാക്ക് അടിച്ചിട്ട് കാണുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് വരാം. നമ്മൾ BM പറപ്പിക്കണം ഗൈസ്. ഫുള്ളും പറപ്പിക്കാൻ മൂഡിൽ. എനിക്ക് പൊടിച്ചെടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. BM ആണെങ്കിൽ ഒന്നും നോക്കണ്ട, പറപ്പിക്കാം. ഓവർ ട്യൂണ്ടൊന്നുമല്ല ഗൈസ്. ചെറിയ കൺട്രോൾ സ്പീഡ് കണ്ടു. ഓക്കെ, ഈ പ്രാവശ്യം എന്തോ ഒരു ലേശം കുറവുള്ളൂ, ഓവറൊന്നും കുറവില്ല. അതിൽ കൂടുതൽ ലാഗ് ഉണ്ട് കേട്ടോ. ലേശം കുറഞ്ഞതിനെ കൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ട് തന്നെ ഓടിക്കാൻ വേണ്ടി ഗൈസ്. ഇതിലേക്ക് ഫോക്കസ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ സംസാരിച്ച എൻ്റെ കോൺസെൻട്രേഷൻ പോകും. എൻ്റെ കോൺസെൻട്രേഷൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഫോക്കസ് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഈ വണ്ടിക്കാരന് മാറുന്നില്ല. ഇവനെവിടെ വന്ന് നിന്നാ ഗൈസ്, വെറുതെ സീനാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. BM-ൻ്റെ ഒരു ട്യൂണിങ് കപ്പാസിറ്റി കണ്ടില്ല ഗൈസ്. വറക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറയുമ്പോൾ നല്ലൊരു സമാധാനമുണ്ട് ഗൈസ് BM ഒക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ. കാരണം ലൈവ് ചെയ്യുമ്പോൾ പുറത്തൊക്കെ നോക്കിയിട്ട് ഒരു കാര്യമില്ല ഗൈസ്. നമ്മളെ ദത്താണായിട്ടുണ്ട്, സമയം വൈകാണല്ലോ. പറപ്പിച്ചങ്ങോട്ട് നൈട്രസൊക്കെ കയറ്റിയിടും. പ്രാവശ്യത്തിന് ലാഗ് അതിനെക്കൊണ്ട് നന്നായിട്ട് നമുക്ക് വിടാം. സ്മൂത്താണ് ലൈവ് ഗൈസ്, സ്മൂത്ത് ലൈവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിട്ട് പോവാണ് ഗൈസ്. നല്ല പറക്കണം, BM കിടന്ന് പറക്കണുണ്ടല്ലോ ഗൈസ്. ഈ പ്രാവശ്യം കൈമല് പൊടിക്കുന്ന മാതിരി കൺട്രോൾ ഇട്ടിട്ടാ. അതാണ് ഗൈസ്, അതാണ് പറപ്പിച്ച് നമ്മൾ വിടും. PC ഗെയിമൊക്കെ കിട്ടിയാൽ അതിനേക്കാൾ ഗ്രാഫിക്സ് ഉണ്ടാവില്ലേ. എന്താ ഗ്രാഫിക്സ്, റിയാലിറ്റി മറന്നു. ശരിക്കും റിയാലിറ്റി, വേക്കപ്പ് ടു റിയാലിറ്റി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. മോനെ കറക്റ്റ് കൊണ്ടുവരില്ല. ഏതാണ്
ഞാനൊരു പ്രൊഫഷണൽ ഡ്രൈവറായതിനെ കൊണ്ട് തന്നെ പിടിച്ചോടത്ത് കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്കെൻ്റെ പേടി മാറ്റി. എന്നെ കൊണ്ട് ഇത് കയ്യിൽ ഞാൻ വിചാരിച്ചു. എന്നെ കൊണ്ട് കയ്യിൽ അത്ര ഇതിൽ പരിശ്രമിക്കും, എഫേർട്ട് എടുക്കും ഗൈസ്. അതന്നെ ഇവിടെ എത്തുന്നവരെ നമ്മൾ എഫേർട്ട് എടുക്കും. കളി ഞാൻ വിട്ടു കൊടുക്കില്ല, തോറ്റു കൊടുക്കില്ല ഗൈസ്. തോറ്റു കൊടുക്കില്ല പറഞ്ഞതിൻ്റെ അർത്ഥം ജയിക്കില്ല. തോറ്റാൽ കുഴപ്പമില്ല, അത് വിജയത്തിൻ്റെ ഒരു അടയാളമാണ്. വണ്ടി പറക്കുണ്ട്. ഓ ഏതാണ്ട് എനിക്ക് ഇപ്പോഴാണ് കൺട്രോള്. ഇപ്പോഴാണ് ഗൈസ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിലൊക്കെ എത്തിയ. ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണൊക്കെ അല്ലേ, ഈ ഹൈ എൻഡ് ഡിവൈസൊക്കെ IQ15 അല്ലേ, അതേപോലെ ഇങ്ങനെ പിടിച്ചോടത്ത് കൺട്രോൾ ഉണ്ട്. കണ്ടില്ലേ, ഒരു ലാഗും ഇല്ല ഗൈസ്. എനിക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ട് ഗൈസ്. വെച്ചാൽ ഒരു ലാഗില്ലാതൊരു ഇതിടാൻ പറ്റില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നിർത്തും. നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ട് ശരിക്കൊരു ഫോർസ റൈസ് 6 കളിക്കുന്ന വൈബ് കിട്ടും. ആ ടോക്കിയോ സിറ്റിയിലൂടെ കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് കൊണ്ടുപോകണ നൈസ്, അമേസിങ്. നല്ല ഫീലുണ്ട് ഗൈസ്, കാര്യം പറയണേ. നല്ല ഫീലുണ്ട്, നല്ല അടിപൊളി ഫീലുണ്ട് ഗൈസ്. അടുത്ത വിൻ്റെ കൂടെ നോക്കണം കേസ്. ദൂരെ പിടിക്കണം കേസ്. ഇവിടത്തേക്ക് ഒന്ന് പോയേക്കാം. 5 കിലോമീറ്റർ അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കനെ നമുക്ക് ഈ കാർ ആദ്യം മാറ്റണം. എന്തായാലും നാളത്തെ ലൈവിൽ പുതിയ കാറ് കാണാനായിരിക്കും. പുതിയ കാറ് ചേറി പാഞ്ഞു പോവാണ് കേസ്. ഞാൻ സംസാരിക്കാത്തത് ഇതിൻ്റെ ഒരു ശ്രദ്ധയിലായിപ്പോയി കേസ്, ഇതിൻ്റെ ഒരു മൂഡിലായിപ്പോയി കേസ്. അതിനെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. കാർ ബ്രേക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്ക് ഞാൻ ബ്രേക്ക് പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പിടിക്കുന്ന ലെവലിൽ കിട്ടുന്നില്ല. ഓക്കെ, എന്തോ നൈട്രസ് ഒക്കെ ഒന്നുണ്ടല്ലോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നമ്മളെന്തായാലും ഈ ഫോൺ എന്തായാലും മാറ്റണം. എന്നാലും ഇപ്പോൾ മറ്റേ ഒരു 50,000 രൂപേൻ്റെ ഫോണൊക്കെ സ്മൂത്തായി കേസ്. അതെടുക്ക് പോകും. എന്തായാലും ഡയമൻസിറ്റി അല്ലേ പ്രോസസ്സർ. അവിടെ എത്തും അറിയില്ല കേസ്. അവിടെ എത്തുമ്പോഴത്തേക്ക് സമയം കുറേ ആയിപ്പോൾ ചേറി പാഞ്ഞ് പോകണം, എന്നാലും എത്തുള്ളൂ കേസ്.
117 പോണം. നിങ്ങൾക്ക് 30 പോകണമായിട്ട് തോന്നണം കേസ്. 117 പറപ്പിക്കണം. അതിൻ്റെ റിവ്യൂവിന് എവിടെ നിന്ന് കയറി വന്ന് തെറി വിളിക്കാൻ പറ്റില്ല കേസ്. നമ്മുടെ ചാനലിൽ തെറി പറ്റാത്തതിനെ കൊണ്ട് ഒരു ഫാമിലി ഫ്രണ്ട്ലി ചാനൽ അതിനെ കൊണ്ട് തെറിയൊന്നും വിളിക്കാൻ പറ്റില്ല. അതിനെ കൊണ്ട് സഹിക്കുക. ഇനി അടുത്ത വട്ടനെ കൊണ്ട് തെറി ഒഴിപ്പിക്കരുത്. അതാണ് ഞാൻ നല്ലൊരു മനുഷ്യനായിരിക്കാം കേസ്. തെറിയൊന്നും വിളിക്കലില്ല. ഗുഡ് ബാഡ് തിങ്കിങ് ബ്രദർ. ചൊറിച്ചലൊക്കെ വരുന്നുണ്ട് കേസ്. ഒരു മിനിറ്റ് ചൊറിഞ്ഞിട്ട് വയ്യ. കേൾക്കുന്നില്ലേ കേസ്? കേൾക്കുന്നില്ലേ? നമ്മൾ വിട്ടോണ്ടിരിക്കുക. പിന്നെന്താ നല്ല കടിച്ചലൊക്കെ എടുക്കുന്നുണ്ട് കേസ്. കേറുന്നില്ല വണ്ടി. സ്പീഡ് കയറുന്നില്ല കേസ്. ആക്സിലേറ്റർ കേറുന്നില്ല കേസ്. പോണ അങ്ങോട്ടും എത്തിപ്പോയി കേസ്. വണ്ടി കൺട്രോളിൽ ഓടിച്ചു വന്ന, പക്ഷെ അതിന്റെ ലാഗ് കാരണം കോപ്പിയിലൊക്കെ എത്തിപ്പോയി. നല്ല പെർഫെക്റ്റ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കണം. പൊട്ടിച്ചിട്ട് ഇവിടെ എന്താ എത്താത്തത്? കാറ് മലരെ കളി കുറച്ച് സ്മൂത്തിലൊക്കെ കിട്ടുന്നുണ്ട് കേസ്. അധികം ലാഗൊന്നുമില്ല, പക്ഷെ എന്നാലും 4 ഭാഗത്തൊക്കെ കണ്ണുണ്ടായിരിക്കണം. ഇതിലൂടെ വണ്ടി ഒന്ന് ഇടിക്കാൻ പറയാമെങ്കിൽ കേസ്. കാറിങ്ങനെ കയറ്റും കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ സ്പീഡ് കയറുന്നില്ല കേസ്. കാറ് HP ഒക്കെ ഭയങ്കര കുറവാണ്. ഇതിൻ്റെ മാക്സിമം ടൂണിങ് കഴിഞ്ഞു തോന്നുന്നു കേസ്. പെർഫോമൻസ് ഒന്നും തീരെ പോരാ. പുതിയ വണ്ടിയിലേക്ക് എത്രയും പെട്ടെന്ന് മാറണം കേസ്. എന്തായാലും ഒരു 40 ആവട്ടെ. ടൈം എത്രയായി? 12 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളത് എത്തിയിട്ടുണ്ട് ഗൈസ്. അതാ ഇവൻ്റ് ഇപ്പോൾ 12 മിനിറ്റ് ആയിട്ടുള്ളൂ. 20 മിനിറ്റ് സത്യം പറഞ്ഞ ആയിട്ടില്ല കേസ്. ഇടയ്ക്ക് നമ്മൾ കാര്യം പറഞ്ഞു. ഇന്ന് എനിക്ക് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഒന്നും വിചാരിക്കായിരുന്നു കേസ്. പക്ഷെ ലൈവ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ഫോണ് പറ്റുന്നില്ല, അതിനെ കൊണ്ടേ. ലാപ്പൊക്കെ വാങ്ങിയാൽ എന്തായാലും നമ്മൾ ആക്കും. വണ്ടിക്ക് സ്പീഡ് കൂടിയല്ലോ, എന്താണോ അറിയില്ല. ഇന്ന് ലാഗില്ലാതെ കിട്ടാൻ കാരണം കേസ് കുറച്ച് ഫോട്ടോസ് കൂടിയതിനെ കൂടെ വന്നു കേസ്. അത് പറഞ്ഞ് തീരേണ്ട ആവശ്യം. ലാഗ് വരാൻ തുടങ്ങി. എന്താണ് എനിക്കറിയില്ല കേസ്. ഇങ്ങനെ
മുട്ടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ലാഗ് ഇട്ടിട്ട്? മനുഷ്യനെ മര്യാദയ്ക്ക് ബ്രേക്ക് പിടിച്ചിട്ട് വിടാനും സമ്മതിക്കില്ല. ഓക്കെ ഗൈസ്, നമ്മളിതാ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജെറ്റ് വിടുമ്പോൾ വിട്ടുകൊണ്ടിരിക്കട്ടെ. 2000 മീറ്റർ പോകണം, അഥവാ 2 കിലോമീറ്റർ. ഇതൊക്കെ നമുക്ക് പുല്ലല്ലേ, നമ്മൾ പറപ്പിച്ചങ്ങോട്ട് വിടും. നൈട്രസ് ഇതാതെ തന്നെ ഇവിടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേസ്. ഇതെന്താണ് കാർ ഇങ്ങനെ കായ്പണം? ഏതാണ് ഞാൻ കേസ് ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കന്നെ. അപ്പൊ നമ്മളിതാ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താണ് കേസ്. കേസ് ഒന്ന് ചാട്ടി വിട്ടാൽ മതി കേസ്. ഓ കേസ്, ഓ ഓക്കെ. പെട്രോള് തീർന്ന കേസ്, അതാണ് വേറെ. അടുത്ത വെന്റിൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ കേസ്? ആവശ്യമുണ്ട് പറയ്. നെക്സ്റ്റ് ഇവന്റ് എവിടെ കിടക്കുകയാണോ ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഇവന്റിലേക്ക് പോവാം. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേസ്. നമുക്ക് ഒരു പുത്തരയാണ് കേസ്. നമ്മൾ 2-5 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് ഓട്ടിച്ച് നിർത്താളാം. അപ്പോൾ ഇതൊന്നും നമുക്ക് വിഷയമില്ല. ഇനി 10 കിലോമീറ്റർ ആണെങ്കിലും അങ്ങോട്ട് ഓട്ടിച്ച് നമ്മൾ തകർക്കും കേസ്. കേസ് നമ്മളിങ്ങനെ ഓട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ എത്താ പറയാനൊന്നും പറ്റില്ല കേസ്. ലൈവ് നിർത്താൻ കാരണം വീട്ടിൽ സീനായിരിക്കണം കേസ്. ഇനി അതൊക്കെ ലൈവ് ഇട്ട് പോകുന്നത് ഇത് ആപത്തായിരിക്കും. അതുകൊണ്ട് ലൈവ് നിർത്തണ്ട. വരുമാനമൊന്നും കിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ എന്റർടൈൻമെന്റ് ആക്കി പോകണുള്ളൂ. ചെയ്യാൻ പറഞ്ഞില്ലേ, 9 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതിനെ കൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലൈവ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ എനിക്കിനി അധികം തുടരാൻ വയ്യ കേസ്. അതിനെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു റിവൈവ് കൊണ്ട് ചെയ്യുന്ന കേസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഉള്ളൂ. ഇനി 2 ദിവസം ലീവ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ നിർത്തും. അപ്പം ഹോപ്പ് യു എൻജോയ്. നിൽക്കട്ടെ.